വഖഫ് അധിനിവേശ വിരുദ്ധ സമരത്തെ തകർക്കാനുള്ള സർക്കാർ CPM നീക്കങ്ങൾക്ക് തിരിച്ചടി. ജുഡീഷ്യൽ കമ്മീഷന്റെ പരിഗണനാ വിഷയങ്ങളിൽ ഉൾപ്പെടുത്താൻ മുന്നോട്ട് വെച്ച വിഷയങ്ങൾ അവഗണിച്ചതിൽ സമരസമിതിക്കും ക്രൈസ്തവ സഭാ നേതൃത്വത്തിനും കടുത്ത അതൃപ്തിയുണ്ട്. നിസാർ കമ്മീഷന്റെ നടപടിക്രമങ്ങളും വീഴ്ചകളും പരിശോധിക്കണമെന്നും ആവശ്യമുണ്ട്. ജിജീഷ് കരുണാകരൻ ചേരുന്നു വിവരങ്ങളുമായി. ജിജീഷ്, എന്തൊക്കെ കാര്യങ്ങളാണ് പുതുതായി ഈ വഖഫ് അധിനിവേശ വിഷയത്തിൽ സംഭവിച്ചിട്ടുള്ളത്? വഖഫ് അധിനിവേശ വിഷയവുമായി ബന്ധപ്പെട്ട ഈ പ്രശ്നത്തെ വഴിതിരിച്ചു വിടാനും ഒപ്പം തന്നെ അതിന്റെ ജനശ്രദ്ധ ഇല്ലാതാക്കാനും എല്ലാം തന്നെയുള്ള ആസൂത്രിതമായ ശ്രമങ്ങൾ സർക്കാർ തലത്തിലും CPM തലത്തിലും എല്ലാം തന്നെ നടന്നിരുന്നു. എന്നാൽ ഇപ്പോൾ കൂടുതൽ ശക്തമായി തന്നെ സമരം മുന്നോട്ട് കൊണ്ടുപോവുക എന്ന ഒരു നീക്കത്തിലേക്ക് തന്നെ സമരസമിതി മാറിയിരിക്കുന്നു. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഈ ജുഡീഷ്യൽ കമ്മീഷനെ നിയോഗിച്ച ഘട്ടത്തിൽ അവർ നിരവധി നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചിരുന്നു. കാരണം അത് ആ ജുഡീഷ്യൽ അന്വേഷണ കമ്മീഷന്റെ പരിധിയിൽ ഉൾപ്പെടുത്തേണ്ടതായ വിഷയങ്ങൾ സംബന്ധിച്ച് തങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യങ്ങൾ എന്ന നിലയിൽ നിരവധി കാര്യങ്ങൾ ഈ സമരസമിതിയും ഒപ്പം തന്നെ സഭാ നേതൃത്വങ്ങളും എല്ലാം തന്നെ ക്രൈസ്തവ സഭാ നേതൃത്വങ്ങളും എല്ലാം തന്നെ ചൂണ്ടിക്കാണിച്ചിരുന്നു. അതിൽ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് ഈ നിസാർ കമ്മീഷനെ പറ്റിയിട്ടുള്ള വീഴ്ചകൾ, ഈ റിപ്പോർട്ട് സമർപ്പിക്കുന്നത് വരെയുള്ള കാര്യങ്ങളിൽ കൃത്യമായി തന്നെ നടപടിക്രമങ്ങൾ പാലിക്കുന്നതിൽ നിസാർ കമ്മീഷന് ഉണ്ടായിട്ടുള്ള വീഴ്ചകൾ. കാരണം ഈ നിസാർ കമ്മീഷൻ റിപ്പോർട്ടിനെ ഉയർത്തിക്കാട്ടിയാണ് വഖഫ് ബോർഡ് പ്രധാനമായും അവരുടെ അവകാശവാദങ്ങൾ ഉന്നയിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയും ഈ പ്രദേശത്തിന് അവകാശവാദം ഉന്നയിക്കുകയും എല്ലാം ചെയ്തത്. അതുകൊണ്ട് തന്നെ ഈ ഒരു പശ്ചാത്തലത്തിൽ കൃത്യമായി നടപടിക്രമങ്ങളെല്ലാം തന്നെ നിസാർ കമ്മീഷൻ പാലിച്ചിട്ടുണ്ടോ, നിസാർ കമ്മീഷന്റെ നടപടിക്രമങ്ങളെല്ലാം വ്യക്തമായിരുന്നോ, അല്ലെങ്കിൽ അതിൽ എവിടെയെല്ലാമാണ് പാളിച്ചകൾ ഉണ്ടായിട്ടുള്ളത് എന്ന് സംബന്ധിച്ച് അന്വേഷണ പരിധിയിൽ ഉൾപ്പെടുത്തണം. അതായത് ജസ്റ്റിസ് രാമേന്ദ്രൻ നായർ അന്വേഷണ കമ്മീഷൻ അത് ഉൾപ്പെടുത്തണമെന്നൊരു ആവശ്യം ഉയർത്തിയിരുന്നു. എന്നാൽ അത് പരിഗണിക്കാൻ സർക്കാർ തയ്യാറായില്ല. ടേംസ് ആൻഡ് റെഫറൻസ് പുറത്തിറങ്ങിയ ഘട്ടത്തിൽ പോലും അങ്ങനെ ഒരു കാര്യം അതിലെവിടെയും ചൂണ്ടിക്കാണിക്കുന്നുമില്ല. മറ്റൊന്ന് എന്ന് പറയുന്നത് ഈ വഖഫ് ബോർഡ് ചെയർമാനാണ് അത് വഖഫ് ഭൂമിയാണ് എന്ന് പ്രഖ്യാപിച്ചത്. അതായത് ഏക്കർ കണക്കിന് 404 ഏക്കർ വരുന്ന ഭൂമി തങ്ങളുടെ അധികാരത്തിൽപ്പെടുന്നതാണ്, അത് തിരിച്ചു പിടിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുമെന്നെല്ലാം ഉള്ള അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് മുന്നോട്ട് ആദ്യം വന്നതും അത്തരമൊരു അവകാശം ഉയർത്തിയതും വഖഫ് ബോർഡ് ചെയർമാനാണ്. അത് എന്ത് അടിസ്ഥാനത്തിലാണ്? കാരണം സ്വാഭാവികമായും അവിടെ യാതൊരു തരത്തിലുള്ള സർവേ നടപടികൾ, റീസർവേ നടപടികൾ ഒന്നും തന്നെ പൂർത്തിയാക്കിയിട്ടുണ്ടായിരുന്നില്ല. ഈ പ്രദേശത്തുള്ള നാട്ടുകാരും തന്നെ അത്തരത്തിലുള്ള ഒരു സർവേ നടപടികളെ സംബന്ധിച്ചുള്ള വിവരങ്ങളൊന്നും തന്നെ അവർക്കാർക്കും ലഭിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെയുള്ള സാഹചര്യത്തിൽ എങ്ങനെയാണ്, എന്ത് സർവേയുടെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഈ വഖഫ് ബോർഡ് ചെയർമാൻ ഒരു അവകാശവാദം ഉന്നയിക്കുകയും പിന്നീട് അത് സ്ഥിരപ്പെടുകയും ചെയ്തത് എന്ന കാര്യം ഈ ജുഡീഷ്യൽ അന്വേഷണ കമ്മീഷന്റെ പരിധിയിൽ ഉണ്ടാവണം എന്ന കാര്യം അവർ ഉയർത്തിയിരുന്നു. ഈ ഒരു ആവശ്യവും പരിഗണിക്കപ്പെട്ടില്ല. അങ്ങനെ രണ്ട് പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ പരിഗണിക്കപ്പെടാത്തതിലുള്ള കടുത്ത അതിർത്തി തന്നെയാണ് ആ പ്രദേശത്തെ ജനങ്ങൾക്കും ഒപ്പം തന്നെ ആ സമരത്തിന് നേതൃത്വം നൽകുന്ന സഭാ നേതൃത്വത്തിനുമെല്ലാം ഉള്ളത്. ഫാദർ ജോഷി മയ്യാറ്റിൽ അടക്കമുള്ള ആളുകൾ പല വേദികളിൽ അക്കാര്യങ്ങൾ തുറന്ന് പറഞ്ഞിട്ടുമുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് എല്ലായ്പ്പോഴും സർക്കാർ വാക്കുകളിൽ അല്ലെങ്കിൽ മുഖ്യമന്ത്രി അടക്കം പറയുന്നത് വഖഫ് ഭൂമി എന്ന് തന്നെയാണ് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയാണ് ഈ ഒരു ഭൂമി തങ്ങൾ വില കൊടുത്ത് വാങ്ങിയിട്ടുള്ള അല്ലെങ്കിൽ ദാന നൽകിയ ഭൂമി എന്ന് പോലും പറയാൻ കഴിയില്ല, പണം കൊടുത്ത് വാങ്ങിയ ഭൂമിയിൽ ഇങ്ങനെ അവകാശം ഉന്നയിക്കുകയും അത് വഖഫ് ഭൂമി എന്നും ആ വഖഫ് ഭൂമിയിൽ നിന്ന് കുടിയേഴേണ്ടി വരില്ല എന്നെല്ലാം സമാധാനിപ്പിക്കുമ്പോൾ വഖഫ് ഭൂമി എന്ന് ആവർത്തിച്ച് പറയുന്നത് ആസൂത്രിതമായ ഒരു നീക്കത്തിന്റെ ഭാഗമായി ആണ് എന്ന കാര്യം അവർ സംശയിക്കുകയും ചെയ്യുന്നുണ്ട്. അതും വലിയ തോതിൽ തന്നെ അസ്വസ്ഥരാക്കുന്നുണ്ട് ആ പ്രദേശത്തെ ജനങ്ങളെ. അതുകൊണ്ട് തന്നെ ഒരിക്കലും ഈ സമരരംഗത്ത് നിന്ന് പിന്നോട്ടില്ല. ഈ ഒരു സമര സമിതി മുന്നോട്ട് പോകുമ്പോൾ അല്ലെങ്കിൽ ഈ ജുഡീഷ്യൽ അന്വേഷണ കമ്മീഷൻ നീട്ടിക്കൊണ്ടു പോകാനുള്ള ഒരു സാഹചര്യം തന്നെയാണ് അവർ കാണുന്നത്. കാരണം 3 മാസത്തേക്ക് ജുഡീഷ്യൽ കമ്മീഷനെ നിയോഗിക്കുന്നു, പിന്നീട് 6 മാസം, പിന്നീട് 1 വർഷം എന്നത് 2 വർഷം, അങ്ങനെ നീട്ടി കാലാവധി നീട്ടിക്കൊണ്ട് ഇതിലൊരു തീരുമാനമില്ലാതെ മുന്നോട്ട് പോവുകയും തങ്ങൾ വഴിയാധാരമാവുകയും തങ്ങളുടെ സമരഭൂമിയിൽ റോഡിൽ തെരുവിൽ സമരം ചെയ്യേണ്ട ആ ഒരു പശ്ചാത്തലത്തിൽ തങ്ങൾ മുന്നോട്ട് പോകുകയും ചെയ്യേണ്ടി വരുമെന്ന ഭയം ഇപ്പോഴും ഉണ്ട്. കാരണം ഇതുമായി ബന്ധപ്പെട്ട ഒരു ഉറപ്പുകളും അവർ വിശ്വാസത്തിൽ എടുത്തിട്ടില്ല എന്നതുകൊണ്ട് തന്നെയാണ് അത്തരമൊരു കാര്യത്തിൽ അവർ കൃത്യമായി തന്നെ ഈ ഒരു സമരം മുന്നോട്ട് കൊണ്ടുപോകും. തീർച്ചയായും സമരമുഖത്ത് തുടരും എന്ന് തന്നെയാണ് അവർ വ്യക്തമാക്കുന്നത്. ഇതെന്തൊക്കെ നീക്കങ്ങൾ സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായാലും അന്തിമമായ ഒരു തീരുമാനം വരുന്നത് വരെ ചതി പ്രതീക്ഷിക്കുന്നുണ്ട് അവർ എന്നുള്ളത് കൊണ്ട് തന്നെ അവർ പിന്നോട്ടില്ല എന്ന് വ്യക്തമാക്കുകയാണ്. ശരി ജിജീഷ്.